തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെ റോഡുകൾ വൃത്തിയാക്കാൻ ഇറങ്ങുന്നവർക്ക് വെല്ലുവിളിയാവുകയാണ് വഴിവക്കുകളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്ന ചില്ലുകൊണ്ട് നിർമ്മിച്ച മദ്യക്കുപ്പികൾ. മദ്യം ഉപയോഗിച്ച ശേഷം കുപ്പി ഉപേക്ഷിക്കുന്നവർ പലരും ഇവ അപകടമുണ്ടാക്കുന്ന വിധം തകർത്തെടുത്തതും കാണാനാകും. ഇതുമൂലം ഗുരുതര പരിക്കുകളേറ്റവർ നിരവധിയാണ്. റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്തെ മദ്യശാലകളിലെ മദ്യക്കുപ്പികൾ അവിടം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും അധികം കാണപ്പെടുക റോഡ് വക്കുകളിലാണ്. ആരാണ് ഇത്തരത്തിൽ മദ്യക്കുപ്പികൾ ഇവിടങ്ങളിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് എന്നതും നമുക്കെല്ലാവർക്കും അറിയാം. ഇത്തരം കൃത്യം ചെയ്യുന്നവർ നമുക്കിടയിൽ തന്നെയുണ്ട്. ഇത്തരത്തിൽ റോഡ് വക്കിൽ പൊട്ടിക്കിടക്കുന്ന മദ്യക്കുപ്പികൾ മൂലം വഴിമുട്ടിയ ചിലരുണ്ട്. അവരിൽ ഏറെ പേരും വനിതകളാണ്, തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. ചിലരുടെ അനുഭവങ്ങളിലേക്ക്. ഇത് മേരീസ് കറിയ, കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മേറ്റ്. ദിവസേന നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ വരുന്ന പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങൾ വൃത്തിയാക്കുമ്പോൾ ഇവർക്കുണ്ടായ അനുഭവമാണ് ഇത്. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച ഞങ്ങൾ ഉന്നേക്കാട് തട്ടേക്കാട് റോഡിൻ്റെ സൈഡ് വശം വെട്ടുമായിരുന്നു. സ്നാഹിയിൽ തെന്നി വീണവരുണ്ട്. ചാക്കുകെട്ടോട് ഒഴുകൊണ്ടിട്ട് അത് വലിച്ചു മാറ്റാതെ ഞങ്ങൾക്ക് വെട്ടാൻ പറ്റില്ല. അതുപോലെ തന്നെ മദ്യക്കുപ്പികൾ, അതുപോലെ വേണ്ടാത്ത സാധനങ്ങൾ മൊത്തം റോഡിൻ്റെ 2 വശത്തുമുണ്ട്. കുറേ കാട്ടിലേക്ക് കയറി അത് വേണമെങ്കിൽ വേസ്റ്റ് കൊണ്ടുപോയി കരോട്ടേക്ക് കൊണ്ടുപോയി കളയാം. പക്ഷെ വണ്ടിയിൽ പോണ വഴി ഒറ്റ ഏറാണ്. ആ ഏറ് എറിഞ്ഞിടുന്ന ഞങ്ങൾ പണിയന്നെ ആ സൈഡിൽ കൂടെ തന്നെയാണ്. ഞങ്ങൾക്ക് അതുകൊണ്ട് ഭയങ്കര ദോഷം വന്നിട്ടുണ്ട്. ഞങ്ങൾ അവിടെ എസ് വളവിൻ്റെ ഭാഗത്ത് പണിതുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ഒരു പെണ്ണില്ല 2 പെണ്ണുങ്ങളുടെ കാലേ കയറി. എന്നിട്ട് അപ്പം തന്നെ ആശുപത്രി കൊണ്ടുപോയി. സാർമാരും കൂടിയാണ് കൊണ്ടുപോയി മരുന്ന് വെച്ച് കഴുകി കെട്ടി 2 ദിവസത്തെ അവിടെ പണിയും പോയി അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇദ്ദേഹം ജോഷി കുര്യാക്കോസ്, കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് അംഗമാണ്. റോഡിന്റെ വശങ്ങൾ വൃത്തിയാക്കാൻ നാട്ടുകാർക്കൊപ്പം ഇറങ്ങി മദ്യക്കുപ്പി പൊട്ടി കാലിന് ഗുരുതര പരിക്കേറ്റ് വിശ്രമിക്കേണ്ടി വന്നത് 2 മാസം. 2 മാസം മുമ്പ് റോഡ് വൃത്തിയാക്കാൻ വേണ്ടി നാട്ടുകാരുടെ കൂടെ പണിക്കിറങ്ങിയതാണ് ഞാൻ. ആ റോഡിൽ സൈഡിൽ നിന്നൊരു മദ്യക്കുപ്പി പൊട്ടി എൻ്റെ കാലിൽ കയറുകയും 2 മാസമായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണ്. എല്ലാ ദിവസവും പോയി ഡ്രസ്സ് ചെയ്യുന്ന അവസ്ഥ, വലിയ മുറിവുമായിട്ടിരിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഇവിടെ മദ്യപിക്കുന്നവര് മദ്യപിച്ച് ആ മദ്യക്കുപ്പികൾ റോഡ് സൈഡിൽ വലിച്ചെറിയുകയും അത് മറ്റുള്ളവർക്ക് ശല്യം ആവുകയും ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരികയാണ്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മദ്യം കഴിച്ചാൽ ആ മദ്യം നിങ്ങളെ വയറ്റിൽ കിടക്കുക, മദ്യക്കുപ്പി നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കുക. മദ്യക്കുപ്പികൾ പൊട്ടി കാലിൽ തറച്ചു കയറി ചികിത്സയിൽ കഴിയേണ്ടി വരുന്നതുമൂലം വരുമാനം നിലച്ച നിരവധി പേർ ഇത്തരത്തിൽ നമുക്ക് ചുറ്റുമുണ്ട്. മദ്യം ഉപയോഗിക്കുന്നത് അവരവരുടെ ഇഷ്ടം. എന്നാൽ മദ്യപാനത്തോട് കാട്ടുന്ന അതേ ഉത്തരവാദിത്വ ബോധം മദ്യക്കുപ്പികൾ ഉപേക്ഷിക്കുന്ന കാര്യത്തിലും പ്രകടമാക്കുക. മദ്യപാനം കാരണം മറ്റൊരാളുടെ അന്നം മുട്ടുന്നതിന് ഇടയാവരുത്. ക്യാമറാമാൻ അനുജിത്തിനൊപ്പം മോഹൻ എബ്രഹാം, KCV ന്യൂസ്, കോതമംഗലം.